ഇന്നലെയും ഇന്നുമായി കേട്ട 2 വാർത്തകൾ, 2 മരണങ്ങൾ, 2 നിരപരാധികൾ. വല്ലാത്ത ഷോക്കിംഗ് ആയിരുന്നു ആദ്യത്തെ ന്യൂസ് തന്നെ. അതായത് ഒരു 16 വയസ്സുകാരൻ പീഡിപ്പിച്ചു കൊന്നു 14 വയസ്സുകാരിയെ. ആ വാർത്ത നൽകിയ ഒരു ഷോക്ക്, അത് ഞാൻ പറഞ്ഞു. എൻ്റെ മോൾക്ക് 14 വയസ്സാണ്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ, നമ്മുടെ പെൺമക്കളുടെ ഒരു ടെൻഷൻ നമുക്ക് ഓൾറെഡി പെട്ടെന്ന് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ വളരെ കൂടുതലായിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ മോളോട് ഈ വാർത്ത കാണിച്ച് എനിക്ക് ആദ്യം പറയാൻ തോന്നിയൊരു കാര്യം, മോളെ പ്രണയത്തിലൊന്നും പെട്ടു പോകരുത് എന്നാണ്. പിന്നെ കൗമാരത്തിൽ തോന്നുന്ന ഒരു പൊട്ടത്തരമാണ് പ്രണയം. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം പിന്നീട് ആലോചിക്കുമ്പോൾ മനസ്സിലാവും അതൊരു പൊട്ടത്തരമായിരുന്നു എന്ന്. പ്രണയത്തിനെ എഗെയിൻസ്റ്റായിട്ട് സംസാരിക്കുകയെന്നല്ല കേട്ടോ. നല്ല രീതിയിലുള്ള പ്രണയങ്ങളൊക്കെ ലോകത്തുണ്ട്, ഓക്കെ, ആത്മാർത്ഥതയും സ്നേഹമൊക്കെയുള്ള. പക്ഷേ ഇന്നത്തെ കാലത്തുള്ള പ്രണയങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയണ്ടേ, ഈ ആത്മാർത്ഥത എന്ന് പറയുന്ന വാക്കിനൊന്നും ഇന്നത്തെ കാലത്തെ പ്രണയത്തിനില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇന്ന് കേട്ട ആ വാർത്ത, അതായത് ആ പെൺകുട്ടി അവൻ പ്രണയിച്ചിരുന്നു അത്ര, അവൾ നഷ്ടപ്പെടുമോ എന്ന് ഓർത്തിട്ട് അവൻ ചെയ്തതാണ് അങ്ങനെയെന്ന് വാർത്തകളിൽ കേൾക്കാൻ പറ്റി. അത് കേട്ടപ്പോൾ തോന്നി, അങ്ങനെ പ്രണയിച്ചൊരു പെണ്ണിനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അല്ലേ? ഈ പണ്ടൊക്കെയുള്ള പ്രണയങ്ങളെന്നൊക്കെ പറയുന്നത് വിട്ട് കൊടുക്കുന്നത് ഒരു വലിയ ത്യാഗമാണ് ചെയ്യുന്നതെങ്കിലും പ്രിയപ്പെട്ടവളുടെ സന്തോഷത്തിന് വേണ്ടി വിട്ട് കൊടുക്കുന്ന കാമുകന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ എന്ന് പറയുന്നത് തനിക്ക് കിട്ടില്ലെങ്കിൽ അവളെ അങ്ങ് കൊല്ലുക എന്ന സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് ഇപ്പോഴുള്ള പ്രണയങ്ങളൊക്കെ. വല്ലാത്തൊരു നമ്മുടെ ഒരു മാറ്റം നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഇന്നത്തെ കാലത്തെ പ്രണയമെന്ന് പറയുന്നത് തന്നെ പേടിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ്. കാരണം നമുക്കവരെ ഒരിക്കലും കൂട്ടിലിട്ട് വളർത്താനൊന്നും പറ്റില്ല. സ്കൂളിൽ വിടണം, പ്രായത്തിൽ സ്കൂളിൽ ഇടണം, പിന്നെ പുറത്ത് പോകേണ്ട സമയത്ത് അവരെ പുറത്ത് വിടണം. എപ്പോഴും നമുക്കവരെ കൂടെ കൊണ്ട് നടക്കാനും പറ്റില്ല, ഒന്നിലും പെട്ടു പോകരുത് എന്നൊക്കെ വിചാരിച്ച്. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പറയുക, മനസ്സിലാക്കി കൊടുക്കുക എന്നത് മാത്രമാണ്. പക്ഷെ പലയിടത്തും പറഞ്ഞതുകൊണ്ടോ മനസ്സിലാക്കി കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു പാരൻറ്റിങ് കിട്ടാത്തതുകൊണ്ടാണ് പെൺകുട്ടികൾ വഴിതെറ്റി നിന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അങ്ങനെയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, നല്ല രീതിയിൽ പാരൻസ് ട്രീറ്റ് ചെയ്യുന്ന മക്കളും ചില സമയത്ത് എല്ലാത്തിലും പെട്ടുപോകാറുണ്ട്. അപ്പോൾ എന്തിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ പയ്യൻ്റെ കാര്യത്തിൽ പറയുന്നത് കേട്ടു, അവൻ MDM യൂസ് ചെയ്യുന്നായിരുന്നു. തീർച്ചയായിട്ടും മയക്കുമരുന്ന് വല്ലാത്തൊരു എഫക്റ്റാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുക. അത് ഉപയോഗിക്കുന്നവൻ ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ അവനേക്കാൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് അവന് ചുറ്റുമുള്ളവരായിരിക്കും. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കാര്യം പറയുന്നത് പോലെ, മയക്കുമരുന്ന് ഉപയോഗിച്ചത് അവനാണ്, പക്ഷെ ജീവൻ പോയത് ആ പെൺകുട്ടിയുടേതാണ്, അതും പ്രണയിച്ച പെൺകുട്ടിയുടെ. പക്ഷെ എന്നിട്ടും ഒരു പ്രശ്നമില്ലാതെ കൂളായിട്ട് നിൽക്കാൻ പറ്റുന്നു എന്നതാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് തോന്നുന്നു. എനിക്ക് അത് വല്ലാത്തൊരു അത്ഭുതം തോന്നി. കൊന്ന് തള്ളിയിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്, അല്ലേ? അതും എന്താ പറയുക, എത്ര ചെറിയ പ്രായം, 16 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എവിടുന്ന് അത്രയും ധൈര്യം? അത് വല്ലാണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 16 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയണ്ടേ, ഈ എൻ്റെ അനിയന് എൻ്റെ ഉമ്മ ടൗണിലേക്ക് അയക്കാൻ തുടങ്ങിയത്, ഒറ്റയ്ക്ക് അയക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അതുവരെ അവന് ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞു. അതുവരെ ഞങ്ങളുടെ വീട്ടിൽ അവൻ ഒരു കുട്ടിയെ പോലെയാണ് വളർന്നത്. നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് ആ ഒരു ട്രീറ്റ്, നമ്മൾ 16 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു കുഞ്ഞു പ്രായം, വലിയൊരു പ്രായം, ആ കുട്ടിപ്രായം കഴിയാത്തൊരു പ്രായമായിട്ടാണ് എനിക്ക് 16 വയസ്സ് തോന്നിയിട്ടുള്ളത്, അല്ലേ? നമ്മുടെ മക്കൾ ആ ഒരു വലുതായി എന്ന് നമുക്ക് തോന്നുന്നൊരു പ്രായമായിട്ട് 16 വയസ്സിനെ കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല്ലാൻ, അത് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ ഉള്ള ഒരവസ്ഥയിൽ വളരുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഒരു മാതാവെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പാരൻ്റ് എന്ന നിലയിൽ നന്നായിട്ട് പേടി തോന്നേണ്ട ഒരു കാലമാണെന്ന് തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്.
അപ്പോൾ ഞാൻ ആ വാർത്ത കണ്ടപ്പം ആ ഒരു ഷോക്കിൽ കുറച്ച് നേരം നിന്നിരുന്നു. അപ്പോൾ എൻ്റെ മോളോട് ആ വാർത്ത കാണിച്ചിട്ട് എൻ്റെ മോളോട് ഞാൻ ആദ്യം പറയണമെന്ന് ഞാൻ മനസ്സിലാഗ്രഹിച്ചൊരു കാര്യം, മോളെ പ്രണയത്തിലൊന്നും പെട്ടു പോവരുത്, സൂക്ഷിക്കണം എന്നാണ്. ഞാൻ എൻ്റെ മോളോട് അങ്ങനെ പറയണമെന്നാണ് വിചാരിച്ചത്, മോളെ പ്രണയത്തിലൊന്നും പെട്ടു പോകരുത്, സൂക്ഷിക്കണമെന്ന്. പക്ഷെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ ആ വാർത്ത അവൾക്ക് കാണിച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞു, ഈ കുട്ടി എന്തിനാ മരിച്ചതെന്ന് നിനക്കറിയാവോ എന്ന്. അപ്പോൾ അവൾ വാർത്ത വായിച്ചിട്ട് നോക്കത്തൊന്നുമില്ല, അവൾ ജസ്റ്റ് കണ്ട മാത്രം. അപ്പോൾ പറഞ്ഞു എന്താ സംഭവം എന്ന് ചോദിച്ചു അവളെന്നോട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഒരു ആണിനെ പ്രേമിച്ചതാണ്, വെറും 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പ്രേമിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവൻ കൊടുത്ത സമ്മാനമാണ് അവളെ പീഡിപ്പിച്ച് റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയിട്ടിട്ടു വന്ന്. അപ്പോൾ അവളിങ്ങനെ എന്നെ ഒരു ഷോക്കിലങ്ങ് നോക്കി, അല്ലാ എന്നൊക്കെ പറഞ്ഞ ഒരവസ്ഥയില്ലേ ആ ഒരു മൊമെൻറ്റിൽ. അപ്പോൾ എനിക്ക് അവളോട് കുറച്ച് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ഉപദേശിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള അവസ്ഥയിൽ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് പ്രേമമെന്ന് പറയുന്നത് ഇതുപോലെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനുള്ള വഴിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്തെ പ്രണയത്തിൽ ആത്മാർത്ഥതയും സ്നേഹവും ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്ന്. ഇതെൻ്റെ മോളോട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കിത് സമൂഹത്തോട് പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. നമ്മുടെ ലൈഫിൽ നമ്മുടെ മക്കൾക്ക് പൊതുവെ ഒരു പ്രായമെത്തിയാൽ ആരും ഉപദേശം ഇഷ്ടപ്പെടുന്നവരല്ല. ഞാനും ഉപദേശം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഓക്കെ, കാരണം കാലം നമ്മളെ അങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും നമുക്ക് ചിലതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്യം ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം നമ്മുടെ മക്കളോട്. പ്രണയിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ പ്രണയം തെറ്റാണോ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പ്രായത്തിൻ്റെ പക്വതക്കുറവിൽ തോന്നുന്ന പൊട്ടത്തരമായിട്ട് പിന്നീട് ജീവിതത്തിൽ തോന്നുന്ന ഒരു കാര്യമാണ് പ്രണയം എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എൻ്റെ പ്രണയത്തെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ തെറ്റാണെന്ന് വാദിക്കാമെന്നല്ല ഞാൻ വരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തെ പ്രണയമെന്ന് പറയുന്നത് അതൊരു വലിയ തെറ്റായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് പ്രണയത്തിൻ്റെ പേരിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയാണ്. കൊല്ലുക, പീഡിപ്പിക്കുക, എന്താ പറയുക, മയക്കുമരുന്ന് ഇതാക്കുക, എന്താ പറയണ്ടേ, പറയാനൊന്നുമില്ല, അമ്മാതിരി വാർത്തകളാണ്. ഓക്കെ, പ്രണയത്തിൻ്റെ പേരിൽ ഇന്ന് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ കാണുമ്പോൾ വളരെ വേദനയാണ് തോന്നുന്നത്. ഇന്ന് പലയിടത്തും നമ്മൾ വീഡിയോസുകളൊക്കെ കാണാറുണ്ട്. ബസ് സ്റ്റാൻഡിലും പബ്ലിക് പ്ലേസിൽ ഇന്ന് പ്രണയത്തിൻ്റെ പേരിലാണ് എല്ലാം കാട്ടിക്കൂട്ടുന്നത്. പ്രണയമാണെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാത്തിനും അങ്ങ് സ്വാതന്ത്ര്യമാണ് അല്ലേ. പിന്നെ എല്ലാം കയറൂരി വിട്ട ഒരവസ്ഥയാണ്. പിന്നെ വിവാഹത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പ്രണയിച്ചാൽ മതി. ഒരു പെണ്ണിനെ കണ്ട് ഒരു ഐ ലവ് യു പറഞ്ഞ് ഒരു ചോക്ലേറ്റോ ഒരു ഫ്ലവറോ ഒന്ന് കൊടുത്താൽ മതി. പിന്നെ അവനും സ്വന്തം, അവളുടെ ശരീരവും അവളുടെ അഭിമാനവും അവളുടെ എന്താ പറയുക എല്ലാം അവന് സ്വന്തം എന്ന നിലപാടിൽ ചിലർ ചില പ്രണയങ്ങൾ കലിപ്പൻ എന്നൊക്കെ പറയും. ഈ കലിപ്പൻ എന്നൊക്കെ പറയുന്ന പ്രണയത്തോട് സത്യം പറഞ്ഞാൽ എന്താ പറയുക പുച്ഛമാണ് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, എന്താണ് ഈ കലിപ്പൻ എന്ന് ചോദിച്ചാൽ അവന് ഇഷ്ടമുള്ളതുപോലെ അവളെ ആക്കി മാറ്റുന്ന പരിപാടി ആണോ എന്നറിയില്ല കേട്ടോ, കൂടുതലായിട്ട് അറിയില്ല. പക്ഷെ 1-2 പേരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു സംഭവമാണ് കേട്ടോ. എന്ത് ചെയ്താലും ദേഷ്യപ്പെടുന്ന കാമുകൻ, അവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ നിർബന്ധിക്കുന്ന കാമുകൻ, അതിനെ കെയറിങ്ങും കലിപ്പനൊക്കെ ആക്കി മാറ്റുന്ന ഒരു സ്റ്റൈൽ നമ്മളെടുക്ക് കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം അടിയറവ് വെക്കേണ്ടി വരുന്ന ബന്ധമാണ് എങ്കിൽ അതിനകത്ത് എത്ര മധുരമുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ആ ബന്ധത്തിൽ നിൽക്കാതിരിക്കുക എന്നത് നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഉപദേശമാണ് അല്ലേ. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ അടിയറവ് വെച്ചിട്ട് നിലനിൽക്കുന്ന ഒരു ബന്ധം നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ ആ ബന്ധത്തിൽ നിലനിൽക്കാതിരിക്കുക. ഇവിടെ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ആ പെൺകുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ആ പെൺകുട്ടി അതിൽ നിന്ന് പിന്തിരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ഇടയ്ക്കൊരു ന്യൂസിൽ കേട്ടത്. പക്ഷേ ആ പെൺകുട്ടി പെട്ടുപോയി കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ
ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അവൻ വിളിച്ചപ്പോൾ അവൾ എന്തിനായിരിക്കും കൂടെ ചെന്നത് എന്നതാണ്. കാരണം പിന്മാറാൻ തീരുമാനിച്ചിട്ടും കൂടെ ചെന്നതിൻ്റെ കാരണം എന്തായിരിക്കും എന്നൊക്കെ ഞാൻ കൂടുതലുള്ള ന്യൂസ് കേട്ടാൽ ചിലപ്പോൾ എവിടെയെങ്കിലും അതിന് ഉത്തരം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് കേട്ട ന്യൂസിലെവിടെയും അതിനുള്ളൊരു ഉത്തരം ഞാൻ കണ്ടിട്ടില്ല. അവൻ വിളിച്ചപ്പോൾ അങ്ങനെയൊരു സ്ഥലത്തേക്ക് പോയത് കൊണ്ടാണ് ആ കുട്ടിക്ക് ആ വിധി വന്നത്. ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി ജീവനോടെ ഉണ്ടാവുമായിരുന്നു അല്ലേ? ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, കാമുകൻ വിളിച്ചാൽ എവിടേക്കും പോകാൻ നമ്മൾ റെഡിയാണ് അല്ലേ? അത് മരണത്തിലേക്കാണെങ്കിലും കുഴപ്പമില്ല. അത്രയും സ്നേഹം, അത്രയും പ്രണയം, അതിനെയൊക്കെയാണ് പ്രണയം എന്ന് പറയുക. വല്ലാത്തൊരു കാലത്ത് തന്നെയാണ്.